സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളകിൻ്റെ തൈകൾ എങ്ങനെ ഗ്രോ ബാഗിൽ നടുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതുപോലെ ഞാൻ നട്ട എൻ്റെ പച്ചമുളക് തൈകളൊക്കെ കണ്ടോ, ഇഷ്ടം പോലെ കായ്ച്ചു തുടങ്ങിട്ടോ. അപ്പോൾ അതാ എനിക്ക് കുറച്ച് വയലറ്റ് മുളകിൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നടുന്ന വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിത് സ്യൂഡോമോണസ് ലായനിയിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ വേര് മുക്കി വെച്ചതാണ് കേട്ടോ. നല്ല കരുത്തോടെ വളരുവാനും നല്ല പ്രതിരോധ ശേഷിയോട് കൂടി വളരുവാനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ സ്യൂഡോമോണസ് ലായനി. നമ്മൾ നടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു 10-20 മിനിറ്റൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ തൈകളൊക്കെ പറിച്ച് നടുമ്പോൾ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ പോട്ടി മിക്സ് ആയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കരിയില കമ്പോസ്റ്റ്, കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലോട്ട് ഈ തൈകൾ എങ്ങനെ നടുന്നതെന്ന് നോക്കാം. അത്യാവശ്യം ചെറിയൊരു ഗ്രോ ബാഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 4 ഗ്രോ ബാഗിൽ പൊട്ടി മിക്സ് നിറക്കുന്ന കേട്ടോ കാണിക്കുന്നത്. വെള്ളം വാർന്ന് പോകാനുള്ള ഹോളില്ലെങ്കിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ കൂടുതലും ഉണങ്ങിയ കരിയിലകൾ നിറച്ചാണ് പൊട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുക്കാറ്. കരിയിലകൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ അത് പൊടിഞ്ഞ് നല്ലൊരു കരിയില കമ്പോസ്റ്റായി മാറിക്കിട്ടും. നമ്മുടെ ചെടികൾക്ക് വേരോടാനൊക്കെ ഒത്തിരി നല്ലതാണ് ഇതുപോലെ ഉണങ്ങിയ കരിയിലൊക്കെ നിറച്ചതിന് ശേഷം പൊട്ടി മിക്സ് നിറച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെടികളുടെ ചുവട്ടിൽ എപ്പോഴും നല്ലൊരു ഈർപ്പവും നിലനിൽക്കും, മണ്ണൊന്നും കട്ട പിടിക്കില്ല. പിന്നെ നമ്മൾ കൂടുതൽ ഉണങ്ങിയ കരിയിലിട്ട് കൊടുത്താലുള്ളൊരു വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്രോ ബാഗ് ഒട്ടും തന്നെ വെയിറ്റും ഉണ്ടാവില്ല. മണ്ണിൻ്റെ അളവ് വളരെ കുറച്ച് മതി ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ. ഞാനിവിടെ എല്ലാത്തരം പച്ചക്കറി തൈകളും ഈ ഒരു രീതിയിലാണ് നട്ടു കൊടുക്കാറ്. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ ഗ്രോ ബാഗിലും കരിയില നിറച്ചു പൊട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് തൈകൾ നട്ടു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഗ്രോ ബാഗിലാണ് ഇതുപോലെ കരിയില നിറച്ച് പൊട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തത്. ഇനി തൈകൾ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഒരു തൈ വെച്ച് വേണം നട്ട് കൊടുക്കാനായിട്ട്. ചെറിയ തൈകളാണ് 2 എണ്ണം വെച്ച് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ അത്യാവശ്യത്തായിട്ട് തന്നെ മുളകിൻ്റെ തൈ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ചെറിയ തൈകളാണ് കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം വെച്ച് നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മുളക് തൈകളൊക്കെ നട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വളർന്ന് വരും. അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യം, അപ്പോൾ നമ്മൾ കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നിൽക്കരുത്. വരുന്നതിന് മുമ്പ് തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ച് കൊടുക്കുക. ആഴ്ചയിൽ ഒരു വട്ടം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ ബിവേറിയ എന്ന് പറയുന്ന ജൈവ കീടനാശിനിയൊക്കെ തളിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ലായനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക. ചെടിയിൽ മൊത്തം ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുളക് ചെടിയൊക്കെ വളർന്നു വരുന്നതാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാ തൈകളും നട്ടു കൊടുത്തു കഴിഞ്ഞു. നമുക്ക് നനച്ച് കൊടുക്കാം. തൈകൾ നട്ട് കൊടുത്തതിന് ശേഷം ഇത് വെയിലത്തൊന്ന് കൊണ്ടുപോയി വെക്കരുത്. ഒരു തണലുള്ളൊരു ഭാഗത്ത് ഇതിനെ മാറ്റി വെക്കുക. വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇനി ഒരു 15 ദിവസം കഴിഞ്ഞ് നമുക്ക് ജൈവ വളങ്ങളായ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴി വളമോ ആട്ടിൻ കാഷ്ടമോ എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി തന്നെ വളർന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് മുളകൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഉണങ്ങിയ കരിയില കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കുന്നു. ഒത്തിരി നല്ലതാണ്. കളകളൊന്നും വന്ന് നിറയില്ല. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിലോട്ട് വെയിലൊന്നും ഏൽക്കുകയും ഇല്ല. അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും നല്ലൊരു തണുപ്പൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാത്തരം ചെടികൾക്കും ഇതുപോലെ ഉണങ്ങിയ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ തണൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക. നല്ല വെയിലൊക്കെ നല്ല വേരൊക്കെ പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്തോട്ട് ഇതിനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.